മാന്യ സദസ്സിന് വന്ദനു. കൂട്ടുകാരെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് സുന്ദരി പശുവും മാൻകുട്ടിയും. പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ അപ്പു എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു. സുന്ദരി എന്നായിരുന്നു അവളുടെ പേര്. എന്നും രാവിലെ അപ്പു സുന്ദരിയെയും കുത്തി പുല്ലുമേയാൻ പോകുമായിരുന്നു. ഒരു ദിവസം പുല്ല് മേയുമ്പോൾ സുന്ദരി ഒരു മാൻകുട്ടിയെ കണ്ടു. പല പ്രാവശ്യം കണ്ടപ്പോൾ അവർ ചങ്ങാതിമാരായി. ഒരു ദിവസം മാൻകുട്ടി ചോദിച്ചു, സുന്ദരി സുന്ദരി, ഇന്ന് കൂടെ കാട്ടിലേക്ക് പോരാമോ? അവിടെ ധാരാളം പഴങ്ങളും നല്ല നല്ല പൂക്കളും ഭംഗിയുള്ള പുല്ലുകളും എല്ലാം ഉണ്ട്. നിനക്ക് വേണ്ടി ഒക്കെ തരാം. പല പ്രാവശ്യം വിളിച്ചപ്പോൾ സുന്ദരി മാൻകുട്ടിയെ കൂടെ കാട്ടിലേക്ക് പോയി. കാട്ടിലെത്തിയപ്പോൾ സുന്ദരി പറഞ്ഞു, ഹായ് ഹായ്, കാടിന് എന്തൊരു ഭംഗി! എത്ര പൂക്കൾ, എത്ര പഴങ്ങൾ, ഭംഗിയുള്ള പുല്ലുകൾ. അങ്ങനെ സുന്ദരി കളിച്ചും രസിച്ചും നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. സുന്ദരി പേടിച്ചു പോയി. സുന്ദരി ചോദിച്ചു, മാൻകുട്ടി മാൻകുട്ടി, എന്താണ് ആ ശബ്ദം? എല്ലാരും പേടിച്ചോടുന്നല്ലോ. ഓട്ടത്തിനിടയിൽ മാൻകുട്ടിയും ഓടാൻ തുടങ്ങി. ഓട്ടത്തിനിടയിൽ മാൻകുട്ടി പറഞ്ഞു, സുന്ദരി സുന്ദരി, ഓടിക്കോ, കാട്ടിലെ രാജാവ് സിംഹം വരുന്നുണ്ട്. സുന്ദരി പേടിച്ചോടി. ഓട്ടത്തിനിടയിൽ സുന്ദരി ചോദിച്ചു, നീ ഈ കാടിന്റെ ഭംഗിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ആപത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, അതെന്താ? എനിക്കൊരു കാര്യം മനസ്സിലായി, പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. അതും പറഞ്ഞ സുന്ദരി വീട്ടിലേക്ക് ഓടിപ്പോയി. പാവം അപ്പു സുന്ദരിയും കാട്ട് വീട്ടുപടിക്കൽ നിൽപ്പുണ്ടായിരുന്നു. സുന്ദരി വന്നപ്പോൾ അപ്പന് സന്തോഷമായി. പിന്നെ ഒരിക്കലും സുന്ദരി കാട്ടിലേക്ക് പോയതേയില്ല. കൂട്ടുകാരെ, ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് പരിചയമില്ലാത്ത കൂട്ടുകാരെ പെട്ടെന്ന് വിശ്വസിക്കരുത്. നന്ദി, നമസ്കാരം. താങ്ക് യു.